ഹലോ, നമസ്കാരം. തൊഴിലാളി ടോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി വോയിസും അതുപോലെ വീഡിയോ ഒക്കെ വിട്ടിട്ട് പലവിധ കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ വരാഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം വെച്ചാൽ പല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർക്കെന്തും അങ്ങനെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പല കമൻസുകളും പലതും അങ്ങനെ കേൾക്കാറുണ്ട്, പല വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അതിൽ പലരും ഓരോ ചാനലിലൊക്കെ നോയ്സുകൾ വിടാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. മാതാപിതാക്കളെ കുറിച്ചിട്ട് മക്കളെ കുറിച്ച് മാതാപിതാക്കളും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളരെ വൈറലായിക്കൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു മാതാപിതാക്കളെ ബഹുമാനിക്കലും സംരക്ഷിക്കണം മക്കളെ കടമയാണ്. മക്കളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ അവരെ പെൺകുട്ടികൾ പ്രാപ്തമായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുക. ആൺകുട്ടികളാകുമ്പോൾ പ്രാപ്തമായി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിപ്പിക്കുക. അങ്ങനെയുള്ള നമ്മൾ മക്കളെ പോലെ തന്നെ അവരും കരുതുക. വരുന്ന പിള്ളേരും അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ പോലെ അവരും കരുതി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം പിന്നെ നടക്കാൻ പോകുന്നില്ല. വേറെ ഒരു പ്രശ്നം വീട്ടിലുണ്ടാവില്ല, സന്തോഷമാണ്. അവിടെ ഓണം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ പോലെ, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയൊരു നല്ലൊരു സൊല്യൂഷനാണത്. പക്ഷെ അത് അധികം പേര് ചിന്തിക്കാറില്ല. 100-ലൊക്കെ 10-15% ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. പഴയ കാലത്ത് എത്ര അംഗസംഖ്യ ഉണ്ടെങ്കിലും ആ വീട്ടിൽ നല്ല സന്തോഷമായിരിക്കും. പട്ടിണിയായാലും കൂടെ അവിടെ സന്തോഷമായിരിക്കും. ആ മാതാപിതാക്കളാണ് അവർ മക്കൾ കൊണ്ടുവരുന്ന പൈസ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ തന്നെ അവരാണ് വീടൊക്കെ നിയന്ത്രിക്കുക. അച്ഛനമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ അപ്പനമ്മ ഒക്കെ അവരാണ് നിയന്ത്രിക്കുക. അപ്പോൾ എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളൊക്കെ വളരെ സന്തോഷപരമായിട്ടാണ് ജീവിക്കുക. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തൊരു കുടുംബത്തിൽ എൻ്റെ ഒരു പെങ്ങളുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞു. കുട്ടി ഡോക്ടർ നല്ല കുട്ടിയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു 2 ദിവസമൊക്കെ. അപ്പോൾ വളരെ സൗഹാർദ്ദത്തിലെ കുട്ടിയുടെ പെരുമാറ്റം, അടുക്കള കയറലും ജോലികളും എല്ലാവർക്കും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലും നല്ല ആക്റ്റീവ്. നമ്മളിപ്പോൾ എത്ര ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരു വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അന്താളിപ്പുണ്ടാവും. ഒരു പുതിയ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു അന്താളിപ്പുണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എത്രയോ കൊല്ലം ആ വീട്ടിൽ പഴക്കമുള്ള കുട്ടികളെ പോലെയാണ്. അപ്പോൾ അങ്ങനെ അവരെ കുടുംബത്തിൽ പെട്ടുന്ന ഒരു കൂട്ടർ എന്നോട് ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ്, എന്തെല്ലാം കുട്ടിയില്ലേ, അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടൊരു മകൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അവർ കെട്ടിച്ചു കൊടുത്ത് 3 ആൺമക്കളുടെ 2 ആൺമക്കൾ ആദ്യം കല്യാണം കഴിച്ചു കൊടുന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സൗഹാർദ്ദത്തിൽ പോയിരുന്നതാണ്. 3ാമത് എല്ലാവരും പയ്യൻ കല്യാണം കഴിച്ചു കൊടുക്കുള്ള പ്രശ്നങ്ങളവിടെ തുടങ്ങിയത്. അത് കേൾക്കുന്നവർക്ക് അതറിയാം എന്താണെന്നുള്ള ആൾക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. പക്ഷേ അവരെ വീട് ഞാൻ പറയാം. മറ്റേ ചെക്കൻ്റെ വീട് പന്നിത്താടാണ്, പെൺകുട്ടി വീട് അണ്ടത്തോട്. അപ്പോൾ തന്നെ ഇത് കേൾക്കുന്നവർക്ക് അവർ കേൾക്കുന്നില്ല, അവർക്ക് കാര്യം മനസ്സിലാവും. ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഇപ്പോൾ എല്ലാവരും കാട്ടും കുറച്ച് വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ട്. പക്ഷേ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. കുറച്ച് സൗന്ദര്യമുണ്ട്, പിന്നെ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് മറ്റൊരുക്കൊന്നും അത്രയല്ല. പിന്നെ ഇത് കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടി വന്നതിൻ്റെ ശേഷം അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നൊക്കെ മാറി താമസിക്കലും ഇപ്പോൾ 3 വീടായി 3 കുട്ടികൾക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ആ കുട്ടീനെ കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളോട് കഥ പറഞ്ഞതാണ്. കഥയപ്പെട്ടൊക്കെ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എന്നാൽ ഇവർ നല്ല കുറച്ച് തിരക്കില്ലാത്തൊരു പാർട്ടിയാണ് ഇവർ. അവനവർ പെങ്ങന്മാരായിട്ട് ഇതാക്കാൻ പാടില്ല, ഇവർ വീട്ടിൽ ഇതാക്കാൻ പാടില്ല, 8-9 മണിക്ക് എണീക്കുക. പിന്നെ ഈ ഉപ്പാക്കും വെച്ചാൽ വേണം, നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ ചായ നിർബന്ധമായിട്ട് കിട്ടണം. അത് തള്ളുണ്ടാക്കി കൊടുക്കാറ് ആരുണ്ടെങ്കിലും. അപ്പോൾ അതിന് തീരെ സുഖമല്ല. അതിന് കാലിൻ്റെ മുട്ടിലൊക്കെ യൂറിക് ആസിഡും പിന്നെ ഡിസ്കിനൊക്കെ പ്രോബ്ലം ഉള്ള കാരണം എണീക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. മറ്റവരൊക്കെ പിന്നെ ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റവരൊക്കെ മാറ്റി താമസിച്ചപ്പോൾ പിന്നെ ഈ കുട്ടിയുടെ ഭരണമായ അവിടെ. പിന്നെ ആ ഭർത്താവൻ ചെറിയ പോത്തനാണ്. അത് ചില ആണുങ്ങളുണ്ടാവില്ല, കാരണം ഈ പെണ്ണുങ്ങൾ എന്ത് വാക്കാണ് എടുക്കുള്ളൂ, അവിടെ തന്തള്ളാർക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതാണ് പണ്ടൊരു ചെല്ലുണ്ട്, മറ്റേ മുല കൊടുത്ത മാതാവിനെ കാട്ടിയും വലുത് അര കൊടുത്ത ഭാര്യ എന്ന് പറഞ്ഞ ഒരു ചൊല്ല് ഇങ്ങനെ പഴയ ആൾക്കാർ പറയുന്നതാണ്. അത് വളരെ ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞു വരാനുള്ള കാരണം വെച്ചാൽ ഇതാണ്. ഇങ്ങനെ ഒരേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരിങ്ങനെ മറ്റത് മാതാപിതാക്കൾ കുട്ടികളെ നോക്കുന്നില്ല, പിന്നെ ഭയങ്കര വീട്ടിലെ പണി, മറ്റേ പണി, മറിച്ചേ പണി, അങ്ങനെയൊക്കെ ആയിട്ട് ഈ 10-15-20 അംഗസംഖ്യ ഉള്ള വീട്ടിലൊക്കെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടിക്കാണ് ആ കുടുംബം വീടൊക്കെ നോക്കിയിരുന്നത്.
എന്നുവെച്ചാൽ ഇന്നിപ്പോൾ കുറച്ച് സൗകര്യങ്ങളും ഗൾഫൊക്കെ വന്നപ്പോൾ പിന്നെ ആകെ മാറ്റിമറിച്ചു. നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മാതാപിതാക്കളാണ് ജന്മം തന്നെ മക്കൾക്ക്, അല്ലേ? അത്രയും കഷ്ടപ്പെട്ടാണ് അവരവർ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നത്. അത് പൈസക്കാരായാലും പൈസ ഇല്ലാത്തവരായാലും ഒക്കെ സമം തന്നെയല്ലേ. ഒരു മക്കളെ പോയിട്ട് വളർത്താനൊക്കെ വളരെ പ്രയാസം തന്നെയാണ്. അവർ പ്രായപൂർത്തിയായി അവരെ കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജോലിയായി, അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ മാതാപിതാക്കൾക്കൊരു പ്രസക്തി അവിടെ ഇല്ല. 85% നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണത്. പിന്നെ അവരെ പാടായി, പിന്നെ ഇവർക്കൊരു പ്രസക്തി ഇല്ല. ഈ മറ്റേ ചങ്ങലമ്മ കെട്ടിട്ട പട്ടിയുടെ പോലെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വിളിച്ച് പറയുന്നത്. വളരെ ലെയറായിട്ട് ഒരു ഇതുമില്ലാണ്ട് ഈ പറയുമ്പോൾ കുറച്ച് നാണും മാനൊക്കെ വേണേ. നമ്മളൊരു പെൺകുട്ടിയമ്മ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളത് ഉപദേശിച്ച് കൊടുക്കേണ്ടത് എന്താണ്? അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അതുപോലെ നീങ്ങണോട്ടാ, അവർക്ക് വെറുപ്പുണ്ടാക്കരുത്, അവരങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതാണ് ആ വീട്ടിലെ ഓരോ അംഗങ്ങളും ആ കുട്ടിനെ ഉപദേശിക്കൽ, അല്ലേ? ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന വെച്ചാൽ ഭർത്താവിൻ്റെ വയസ്സായ വാപ്പിയമ്മ ഉണ്ടാവും, മറ്റവരൊക്കെ മറിച്ചുണ്ടാവും. അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയുടെ ചുമതലയാണ് അത്. അല്ലാതെ വന്നിട്ട് 8-9 മണി വരെ കിടന്നുറങ്ങുക, അവർക്ക് ഈ വയ്യാത്ത തള്ള ചായ ഉണ്ടാക്കി കൊടുക്കുക, കടി ഉണ്ടാക്കി കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർ പുറത്ത് പോയിട്ട് കഴിക്കുക. അതാണോ ജീവിതം? ഇത് നമുക്ക് മക്കളെ നോക്കാൻ പറ്റുന്നില്ല. എന്നൊക്കെ ഇവരൊക്കെ ഇത്ര വലിയ ആൾക്കാരായത്? ഇവരെ തലമുറ ഇവർ കഴിഞ്ഞ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഇവരെ മാതാപിതാക്കൾ എങ്ങനെ ജീവിച്ചിരുന്നത്, ഇവരെങ്ങനെ ജീവിച്ചതെന്നൊക്കെ നോക്കണ്ടേ? ഈ അല്പന് ഐശ്വര്യം വന്ന പാതിരാത്രിയും കുട പിടിക്കുന്ന തന്നെ വളരെ ശരിയാണ്. കാരണം എല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള സ്ഥലത്ത് കൂടി കാണുമ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു ഇതിപ്പെടുത്തല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം, ഓരോ വ്യക്തികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു വന്ന കുട്ടി ആ സ്നേഹത്തോടു കൂടെ അവിടെ പെരുമാറിക്കഴിഞ്ഞാൽ ആ വീട് സ്വർഗ്ഗമാണ്. ഒരു പെണ്ണാണ് ഒരു വീടിൻ്റെ വിളക്ക്. സ്വർഗം എന്ന് പറയുന്നത് വരുന്ന പെൺകുട്ടിയാണ്. അവളെ നിയന്ത്രണത്തിൽ ആ വീട് സംരക്ഷിച്ച് പോന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്നേഹമാവും, എല്ലാവരും നല്ല വാക്ക് പറയും. ഒരു ദൈവവിശ്വാസിയെങ്കിൽ നാളെ നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അധിക പേരും. മതവിശ്വാസികളിട്ട് അല്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ഭയം, ദൈവത്തിൻ്റെ എതിരെ നമുക്ക് ശിക്ഷ കിട്ടുമോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, എല്ലാവരും നമ്മളെ പഴിചാരില്ലേ, അങ്ങനെ ഭയപ്പെടുന്ന കുട്ടികളുമുണ്ട്. നല്ല രീതിയിൽ നല്ല ആൾക്കാരെ കൊണ്ട് 10 ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ ആ മാതാപിതാക്കളും എന്ന് കരുതി അവരെ സംരക്ഷിച്ച് പോകുന്ന കുട്ടികളുണ്ട്. അത് 15% 85% ഈ പറഞ്ഞ പോലെ പോക്കാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, അവരുടേതായ ചിന്താഗതി, അവരുടേതായ ജീവിതം അവർ ചിന്തിക്കുന്നില്ല. എൻ്റെ ഭർത്താവിന് എങ്ങനെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യന് എനിക്ക് അതിന് കിട്ടിയത്. ഈ ഭാര്യയ്ക്കുണ്ട് ഉമ്മിപ്പി ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മ അപ്പനമ്മൊക്കെ ഉണ്ട്. അതുപോലെ ആ പെൺകുട്ടി കൊണ്ട് ചിന്തിക്കുക, എൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു ഭർത്താവിന്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കിട്ടി, ആ ഭർത്താവിനെ പോറ്റി വളർത്തി പ്രസവിച്ചു, ഞാനും നാളെ ഒരു അമ്മാൻ്റെ ആളാണ്. അപ്പോൾ ആ അച്ഛനമ്മ അല്ലെങ്കിൽ ഉപ്പാനമ്മേനൊക്കെ ഞാൻ സംരക്ഷിക്കണം, നോക്കണം, എന്നാലും എൻ്റെ മക്കൾ തന്നെ നാളെ ഇതുപോലെ നോക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി വേണം. ആ ചിന്താഗതി ഒന്നുമില്ല. കണ്ടില്ലേ എന്തെങ്കിലും ഒരു വില ഉണ്ടോ മാതാപിതാക്കൾ? മറ്റേ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള സ്നേഹമാണ്, ഭയമാണ്, പേടിയാണ്, എല്ലാതും ഉണ്ട് മക്കൾക്ക്. എന്നാലും തോളിൽ നേരം. അപ്പോൾ അത് കണ്ട് നമ്മൾ ചെയ്യുന്ന അതാണ് നമ്മളെ പിൻതലമുറ കണ്ടിട്ട് വളരുന്നത്. പിന്നെ ഇതന്നെ പാതല്ല അവർ പിന്തുടരുള്ളൂ. അത് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും മാതാപിതാക്കളെ അതുപോലെ കുടുംബം എന്ന് കരുതിയിട്ട് അത് സന്തോഷപ്രദമായിട്ട് ജീവിക്കുക. അപ്പോൾ അവിടെ സ്വർഗം തന്നെയാണ്, ഓണം തന്നെയാണ്, പെരുന്നാളിന് ക്രിസ്മസ് തന്നെ അവിടെ ഒരേ വീട്ടിലും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം എന്ന് കരുതി, നിങ്ങൾക്ക് കുറച്ച് സൗന്ദര്യം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധി വിവരമൊക്കെ ഉണ്ടെന്നുകൊണ്ട് കരുതിയിട്ട് നിങ്ങൾ ഈ വരുന്ന മാതാപിതാക്കളെ മടക്കി പിടിച്ചിട്ട് നിങ്ങളെ കാലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒക്കിൻ്റെ ഉള്ളിൽ വെക്കല മക്കളെ ആരായാലും. നല്ലതല്ല. നാളെ നിങ്ങൾക്കും ഈ ഒരു ഗതി വരും, നിങ്ങൾക്കും വയസ്സാവുന്നുള്ള ചിന്തിക്കുക. പണ്ട് അതുപോലെ കാരണന്മാർ പറഞ്ഞവരെ പഴഞ്ചൊല്ല് ശരിയാണ്. പഴുത്തല വീണിട്ട് പച്ചല ചിരിക്കുന്ന പറഞ്ഞ പോലെ കാര്യങ്ങൾ. ഇവരെ ഈ പ്രായമായ ആൾക്കാരെ നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ അവരോട് കാണിക്കുന്ന അവഗണന ഉണ്ടല്ലോ, നാളെ നിങ്ങൾക്കും വരും. ഒരു 45-50 കഴിയട്ടെ. ഇപ്പോൾ 45-40 തന്നെ കഴിഞ്ഞാൽ മതി. പഴയ ആൾക്കാർക്ക് 60-65 വയസ്സാകുമ്പോഴാണ് പ്രായത്തിൻ്റെ ഒരു ആഗ്രഹം. ചത്ത ഫുഡും മറ്റോ മറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളം കോരണ്ട, ഇടിക്കണ്ട, അരക്കണ്ട, വെക്കണ്ട.
മുറ്റം പോലും അടിക്കണ്ട. അത്രയും വളരെ ഒരു ഇതിലാണ് കൂടെ നീങ്ങിപ്പോകുന്നത്. എല്ലാത്തിനും മെഷീനും മറ്റൊക്കെ ഉണ്ട്. പൈപ്പ് തിരിച്ച വെള്ളം വരും. പണ്ടത്തെ കാലത്തൊന്നും ചിന്തിച്ച് നോക്ക്, അത്രയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കുന്ന മക്കളല്ലേ. അപ്പോൾ നിങ്ങൾ വന്ന് കയറുമ്പോൾ ആ വീട് സ്വർഗ്ഗമാക്കാൻ നോക്കുക. ഒരു ഉപദേശമാണ്. വെച്ചാൽ പലതും കണ്ടിട്ട് നമുക്ക് വളരെ വിഷമമാണ്. പല വീഡിയോസ് എല്ലാം കാണുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് എന്തൊരു സൊല്യൂഷൻ, എന്തൊരു സമാധാനം കിട്ടുക. നമ്മുടെ സന്തോഷത്തിന് നാളെ നിങ്ങൾ ഇതിൽ ഡബിളായിട്ട് ദുഃഖിക്കണം. ദൈവം തമ്പുരാൻ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. എന്നുവെച്ചാൽ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ഭൂമിയിൽ നിന്ന് ഞാൻ തരും, നാളെ നിങ്ങൾ മരിച്ചു വരേക്ക് വരുമ്പോൾ അവിടെ നിന്ന് തരും എന്ന് പറഞ്ഞത് വിശ്വാസമുള്ളവരോടായി പറയണ കേട്ടാ. അല്ലാത്തൊരു മൂര്യകളെ പോലെയാണ്. അപ്പോൾ ചിന്തിക്കുക, നന്നായിട്ട് മാതാപിതാക്കളോട് പെരുമാറാം. മാതാപിതാക്കളും വരുന്ന കുട്ടികളെ പെൺകുട്ടികളായാലും അവരും നമ്മളെ മക്കളെന്ന് കരുതിയിട്ട് അവരും അതുപോലെ പെരുമാറാൻ നോക്കുക. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ.